ഫാമിലി ലൈഫിൽ വളരെ അധികം വിഷമത്തിലാണ്. ഉമ്മയാണോ ഭാര്യയാണോ വലുത്, ആരുടെ തീരുമാനമാണ് സ്വീകരിക്കേണ്ടത് എന്നതാണ് വിഷയം. എന്തിനാണ് ഉമ്മമാർ മരുമക്കളുടെ ലൈഫിൽ കയറുന്നത്? മക്കൾക്കും മരുമക്കൾക്കൊക്കെ ജീവിതത്തിൽ സന്തോഷം വേണ്ടേ? ഉമ്മ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ നരകത്തിലാവുമെന്ന് വിചാരിച്ച് ഭാര്യയെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ? നീതിയല്ലാത്ത കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ വിഷയങ്ങളും അല്ല. എന്താണ് ഇത്തരം ഉമ്മക്കും മകനുമുള്ള ഉപദേശം? എത്രയോ വർഷങ്ങളായിട്ട് വിഷമം അനുഭവിക്കുന്നു. എന്താണ് ഇതിന് പരിഹാരം? മകൻ ചെയ്യുന്നതിൽ നീതിയില്ല. അവരുടെ ഉപ്പ പറയുന്നത് കണ്ണടച്ച് വിശ്വസിച്ച് ഭാര്യയെ വിഷമത്തിലാക്കാൻ പാടുണ്ടോ? ഇങ്ങനെ തുടങ്ങി കുറേ ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത് ആരാണ്? ചോദിക്കുന്നത് ഭർത്താവാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ നമ്മുടെ ഇത് ചർച്ചയിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ് ഈ ഭാര്യനെയും ഉമ്മനെയും ബാലൻസ് ചെയ്ത് പോകാന്നുള്ളത്. ഇവിടെ പുരുഷന്മാർക്ക് പറ്റുന്നൊരു കാര്യം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോൾ ഈ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചുള്ള കുറേ ആയത്തുൽ ഹദീസ് നമ്മളെ മനസ്സിലുണ്ടല്ലോ. അതെ. വസ്സീനൽ ഇൻസാന ബിവാലിദൈഹി, മാതാപിതാക്കളുടെ കാര്യത്തിൽ വസിയത്ത് ചെയ്യുന്നു. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. അതേപോലെ തന്നെ ധാരാളം ആയത്തുകളും ഹദീസുകളും. ജിഹാദ് പോലെ ഇതിനേക്കാളും പ്രധാനപ്പെട്ട സംഗതിയാണ് വാപ്പാനിമ്മന. അപ്പം എന്താ വെച്ചാൽ ഈ അതൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, പരമാവധി വാപ്പനിമ്മനെയും വിഷമിപ്പിക്കേണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, തീരുമാനിക്കും. എന്ന് അതേപോലെ കുറേ ആയത്തും ഹദീസും വാഷിറൂബിൻ ബിൽ മഅറൂഫ്, പെണ്ണുങ്ങളോട് നല്ല നിലക്ക് നിൽക്കണം. വാഹദിന മിൻകും, ശക്തമായ കരാറാണ് അവർ സ്വീകരിച്ചത്. അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല താമസം കൊടുക്കണം, നല്ല മാനസിക സന്തോഷം കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മൾക്ക് ആയത്ത് തന്നെ അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഉമ്മനെയും വാപ്പനെയും നോക്കണം എന്നുള്ള ആയത്തു ഹദീസ് പോലെ തന്നെ നമ്മളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഭാര്യമാരെ സംരക്ഷിക്കണം എന്നുള്ള ആയത്തുകളുമുണ്ട്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇത് രണ്ടും പരിഗണിച്ചിട്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ വളരെ ശ്രദ്ധയോടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ വിവാഹം കഴിയുമ്പോൾ ഭാര്യ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ പൊതുവെ എന്തായിരിക്കും വെച്ചാൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഭാര്യ ഒരു പങ്ക് വഹിക്കും. ഇപ്പോൾ നമ്മൾക്ക് ഉള്ള ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും നമ്മൾ എന്ത് കാര്യങ്ങളാണെങ്കിലും അവരെന്ത് ചെയ്യും, അതിൽ അങ്ങനെ ഒരു പങ്ക് വഹിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഭാര്യൻ്റെ കൂടെയാണോ എൻ്റെ കൂടെ ഇല്ലേ എന്നൊരു തോന്നൽ പൊതുവെ എന്ത് ചെയ്യും, ഉമ്മമാർക്ക് വരും. അപ്പം അങ്ങനത്തെ സന്ദർഭത്തിൽ അവർ ചെയ്യേണ്ടത്, ഉമ്മമാർക്ക് ഒരു പ്രത്യേക സമയം തന്നെ എന്ത് ചെയ്യണം, അനുവദിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതായത് ഉമ്മക്ക് ഇപ്പോൾ എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ ആ ഉമ്മനെ കൊണ്ടുപോകാനും, ഉമ്മക്ക് മാത്രമായിട്ടൊരു ഔട്ടിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാനൊക്കെ എന്ത് ചെയ്യാം, ആഴ്ചക്കൊരു ദിവസമോ എപ്പോഴെങ്കിലും ഒക്കെ. ഇപ്പോൾ ഉമ്മക്ക് ഉമ്മൻ്റെ വീട്ടിലൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനൊരു സമയവും സന്ദർഭവും ഉണ്ടാക്കിയിട്ട് ഒരവസരം ഉമ്മനെ ഞാൻ വിവാഹം കഴിഞ്ഞത് കൊണ്ട് ഞാൻ ഉമ്മയെ അവഗണിക്കുന്നില്ല എന്നൊരു തോന്നൽ ഉമ്മയിൽ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇത് സ്വാഭാവികമായി സംഭവിക്കുക എന്താ വെച്ചാൽ, ഉമ്മനെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നും. കാരണം നമ്മൾ ആണുങ്ങളാവുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായി നമ്മൾ എത്ര പ്രായമായാലും ചെറിയ കുട്ടികളെ പോലെ തന്നെ നമ്മുടെ വസ്ത്രം മറ്റു കാര്യങ്ങളൊക്കെ കല്യാണം കഴിക്കുന്ന തലേന്ന് വരെ ഉമ്മ ഇടപെട്ടുകൊണ്ടിരിക്കും. ആ സ്ഥാനത്തേക്ക് വേറൊരാൾ വരുമ്പോൾ സ്വാഭാവികമായും ഉമ്മയെ അവഗണിക്കുന്ന പോലെ ഉമ്മയ്ക്ക് തോന്നാം. അതങ്ങനെ സംഭവിക്കുകയും ചെയ്യാം. അപ്പൊ അവിടെ ഉമ്മക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ നൽകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഭാര്യ പറയുന്ന ഉമ്മയിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങളെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പരമാവധി എന്ത് ചെയ്യണം, അവരുടെ വിഷമങ്ങൾ കേൾക്കണം. നമുക്കൊരു തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ, ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി പറയുകയാണെന്നാണ്. പരിഹരിക്കാൻ വേണ്ടിയല്ല ഈ പറയണത്. പരിഹരിക്കാൻ വേണ്ടിയല്ല ആരും പറയണത്. ഇപ്പോ ഞാൻ പറയാം, ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തിന്റെ ഉമ്മ സുഖല്ല, ആശുപത്രിയിലാണ്. അപ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഉമ്മ ആശുപത്രിയിലാണ്, ഉമ്മക്ക് വളരെ പ്രയാസമാണെന്നൊക്കെ നിങ്ങളോട് പറയണത് നിങ്ങൾ എന്തെങ്കിലും സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യാനോ ഒന്നുമല്ല, നിങ്ങളുടെ അടുത്ത സുഹൃത്താകണോണ്ട്. അപ്പോൾ നമ്മളോട് എന്ത് പറഞ്ഞാലും അതൊക്കെ പരിഹാരത്തിനാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഭാര്യമാര് പറയണത് കേൾക്കണം. കാരണം അവർക്ക് പറയാൻ നിങ്ങളെ മാത്രമുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് മുഴുവനും കേൾക്കുക, മറുപടി പറയല്ല, കേൾക്കുക. പല ഭർത്താക്കന്മാരും എന്ത് ചെയ്യരുത്, കേൾക്കാറില്ല എന്നുള്ളത്. അത് കേട്ടാൽ മതി. കാരണം കേൾക്കുമ്പോൾ എന്താന്ന് വിചാരിച്ചാൽ അവർക്ക് എന്ത് ചെയ്യും, ഇത് ഞാൻ പറയണത് കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും, എൻ്റെ വിഷമങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവർ വിഷമിക്കുന്നതിൽ നമുക്കും വിഷമമുണ്ട് എന്ന് വന്നാൽ മതി. അതുണ്ടല്ലോ. നേരെ മറിച്ച് എന്ത് ചെയ്യുക,
ഉമ്മ എന്ത് പറഞ്ഞാലും അതിനൊന്നും മറുപടി ഇല്ല, ഇവൾ എന്ത് പറഞ്ഞാലും അതിനൊക്കെ എന്ത് ചെയ്യുക, നീ ക്ഷമിച്ചാൽ മതി, നീ സഹിച്ചാൽ മതി എന്ന് പറയുമ്പോൾ സഹിക്കലൊക്കെ ഞാൻ, ക്ഷമിക്കലൊക്കെ ഞാൻ, ഉമ്മക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ളതൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ വരാതിരിക്കാൻ എന്ത് ചെയ്യാം, നമ്മൾ വാരിമാരി പറയുന്നത് നമ്മൾ കേൾക്കുക, നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മൾ മാത്രം അതിൽ ഇടപെടുക, ഉമ്മനെ പിണക്കാതിരിക്കുക. അങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റിയാൽ ഒരു പക്ഷം ചേരുന്നില്ല എന്ന് രണ്ടുപേർക്കും തോന്നണം. എന്നാൽ തന്നെ അയാൾക്ക് ബാലൻസ് ചെയ്ത് പോകാൻ കഴിയും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത്. ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല. എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും. നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം. സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും. പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം. വിഷമിക്കേണ്ട, പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ.